ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ പക്ഷവാതം, കുറ്റം ചുമത്തൽ. പ്രാർത്ഥനയ്ക്ക് ഒരു എതിർ ശക്തിയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഒരു വിശ്വാസി ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവഹിതം മനസ്സിലാക്കി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ഭക്തന് ഇത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തി ആറ്റം ബോംബിൻ്റെ ശക്തിയേക്കാൾ വലുതാണ്, നമുക്കറിയാം. സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയ്ക്കൊരു എതിർ ശക്തിയുണ്ട്. പല വിശ്വാസികളും ഈ എതിർ ശക്തിയെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ആവഹിക്കുന്നതെങ്കിലോ എന്തോ എതിർ ശക്തി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശുവിനെ സ്വർഗത്തിൽ നമ്മൾ കാണുന്നു. എബ്രായലേഖനം 7:25 വായിക്കുന്നുണ്ട്. റോമാലേഖനം 8:26 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെയും സാത്താൻ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ദൈവമക്കളെ കുറ്റം പറയുന്ന രാപ്പകൽ ദൈവമക്കളെ കുറ്റം പറയുന്ന സാത്താനെ 12:10 നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ ചെന്ന് പറയുവാൻ സാത്താനും സ്വർഗത്തിൽ ചെല്ലുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സംഭവം. അതുപോലെ തന്നെ സെഖര്യാവിൻ്റെ പുസ്തകത്തിലും മഹാപുരോഹിതനായ യോശുവയെ കുറ്റം പറയുവാൻ സാത്താൻ ചെന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ പല സംഭവങ്ങളിൽ കൂടി ശത്രുവായ പിശാച് ദൈവജനത്തെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമുക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സാത്താൻ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാം അപവാദം പറയുവാണെങ്കിൽ ഹൃദയത്തിൽ നീ ശത്രുവിനെ സേവിക്കുകയാണ്. കുറ്റം പറയുന്ന വിശ്വാസി വേലക്കാരൻ, പിശാചിൻ്റെ ശുശ്രൂഷകനായി മാറുകയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ബി സീരിയസ്.